റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. 59 രൂപ 1 മീറ്ററിന് 42 ഇഞ്ച് വിഡ്ത്തിൽ. കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു എന്താ പറയാ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്ത് വരുന്ന ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലേക്കാണ്. അതായത് ഒരു ബിസ്ക്കറ്റ് കളറാണ് ബേസ് കളർ. നല്ല പിങ്കും അതുപോലെ ബ്ലൂവും കൂടെയുള്ള പ്രിന്റുകളാണ്. ഇനി കാണുന്നത് വേറെ ഡിസൈൻ ആണ് കേട്ടോ. ജാലി പ്രിന്റ് ആണ്. കുറച്ച് വലിയ ഡിസൈൻ ആണ്. അപ്പൊ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു ചോയ്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പോളി കോട്ടൺ ഫാബ്രിക് എന്നുള്ളത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് അതിന്റെ ഡിസൈൻ വരുന്നത്. നേവി ബ്ലൂ കളറിനകത്തേക്ക് ബ്രിക്ക് റെഡ് കളറിലും അതുപോലെ ചിക്കു കളറിലുമുള്ള പ്രിന്റുകളാണ് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് വേറെ ഡിസൈൻ ആണ്. ഇത് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ വലിപ്പമുള്ള ഡിസൈൻ ആണ്. മെറൂണും അതുപോലെ തന്നെ നേവി ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനിൽ ഇങ്ങനെ വരും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമ്മൾ കാണുന്നത് ആദ്യം കണ്ട ആ റെഡിന്റെ സെയിം തന്നെ വേറൊരു കളറാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് ബ്ലൂ ബ്ലാക്ക് കളർ എന്ന് പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഇതിന്റെയൊക്കെ പ്രൈസ് 59 രൂപയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വേറൊരു ഡിസൈൻ ആണ്. ബ്ലൂ കളറിൽ തന്നെയാണ്. പീക്കോക്ക് ബ്ലൂ ആ ഒരു കളറിലേക്ക് പോകുന്നു കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു കളറും പ്രിന്റും കൂടെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ. ഈ ഒരു ഡിസൈൻ്റെ 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ മെറൂൺ ആണ്. മെറൂൺ കളറിലേക്ക് നല്ലൊരു ഈ സെയിം ഡിസൈൻ തന്നെ. കുറച്ച് വലുപ്പമുള്ള ഡിസൈൻ ആണ്. അപ്പൊ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു ചോയ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ഇരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇനി കാണുന്നത് ഇതിന്റെ തന്നെ ഒരു പർപ്പിൾ ടോൺ എന്ന് പറയാം. അതിനകത്തേക്ക് പോകുന്നു. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ടോൺ ആണ്. നമ്മൾ ഇന്ന് കണ്ടത് പോളിക്കോട്ടനിലുള്ള റണ്ണിങ് ഫാബ്രിക്. 59 രൂപ 42 ഇഞ്ച് വിഡ്ത്തിൽ. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തിരുന്നു.